നമസ്കാരം. അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് എത്താൻ വെറും 30 മിനിറ്റുകൾ മാത്രം മതി. ഇനി ഇരു നഗരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ അതിവേഗ പൂർണ്ണ ഇലക്ട്രിക് പാസഞ്ചർ ട്രെയിൻ ഇത്തിഹാദ് റെയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ ഒരു സാധാരണ പാസഞ്ചർ ട്രെയിനും പുറത്തിറക്കുമെന്ന് അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. മണിക്കൂറിൽ 380 കിലോമീറ്ററാണ് പുതിയ ട്രെയിനിന്റെ വേഗത. റീം ദ്വീപ, സാദിയാത്ത, യാസ് ദ്വീപ, സായിദ് അന്താരാഷ്ട്ര വിമാനത്താവളം, ദുബായിലെ അൽ മക്തും അന്താരാഷ്ട്ര വിമാനത്താവളം, അൽ ജദാഫ് പ്രദേശം എന്നീ 6 സ്റ്റേഷനുകളിലൂടെയാണ് ഈ അതിവേഗ ട്രെയിൻ കടന്നു പോവുക. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അതിവേഗ ട്രെയിനും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇത് എപ്പോൾ തയ്യാറാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ല എന്ന് ഇത്തിഹാദ് റെയിൽ ചീഫ് പ്രോജക്ട് ഓഫീസർ മുഹമ്മദ് അൽ ഷെഹി അബുദാബിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടുത്ത 5 ദശകങ്ങളിൽ UAE മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ 145 ബില്യൺ ദിർഹം വരുമാനം കൂട്ടിച്ചേർക്കാനും ഈ അതിവേഗ ട്രെയിൻ വഴി കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. അബുദാബി ദുബായ് റൂട്ടിലാണ് അതിവേഗ ട്രെയിൻ സർവീസ് നടത്തുകയെങ്കിലും ഇതിന്റെ കൂടെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാധാരണ പാസഞ്ചർ ട്രെയിൻ UAE വിവിധ ഭാഗങ്ങളിലൂടെ ഒമാൻ അതിർത്തി വരെ സർവീസ് നടത്തുന്നതാണ്. ഷാർജയിലും ഫുജൈറയിലും ഉൾപ്പെടെ അതിന് സ്റ്റേഷനുകൾ ഉണ്ടാകും. GCC റെയിൽവേ കൂടി വരുന്നതോടെ സൗദി അടക്കമുള്ള GCC രാജ്യങ്ങളിലേക്ക് ഇതിന്റെ സർവീസ് വ്യാപിപ്പിക്കും. UAE എല്ലാ എമിറേറ്റുകളെയും ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് റെഗുലർ സ്പീഡ് പാസഞ്ചർ ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മണിക്കൂറിൽ 200 കിലോമീറ്ററാണ് ഈ ട്രെയിനിന്റെ വേഗത. 400 യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാൻ ഇതിന് കഴിയുന്നതാണ്. ഇതിനു പുറമെ കാർഗോ ട്രെയിനുകളും ഇതുവഴി സർവീസ് നടത്തുന്നതാണ്. ഇവയ്ക്ക് അബുദാബി, ദുബായ്, ഷാർജ, ഫുജൈറ എന്നിവിടങ്ങളിൽ 4 സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും. സാധാരണ പാസഞ്ചർ ട്രെയിൻ ഇതിനകം സർവീസിന് പൂർണ്ണ സജ്ജമായിട്ടുണ്ട് എങ്കിലും എപ്പോൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്ന് അധികൃതർ അറിയിച്ചു.